നമസ്കാരം. തൊടിയിലെ ചെടി എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് പരിചയപ്പെടുത്തുന്നത് പൂവാങ്കുറുനിലയാണ്. പൂവാങ്കുറുനില ചൂടിയാൽ ദാരിദ്ര്യം പോയകന്നിടും എന്ന വാമൊഴി വളരെ പ്രസിദ്ധമാണ്. ദശപുഷ്പത്തിലെ ഒരു പ്രധാന സസ്യമാണ് പൂവാങ്കുറുനില. ഇതിൻ്റെ ഇലകളെ ശ്രദ്ധിച്ചാൽ നമുക്കറിയാൻ പറ്റും. ഇതിൻ്റെ താഴെയും മുകളിലുമായിട്ട് വ്യത്യസ്ത രൂപത്തിലുള്ള ഇലകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു ഏകവർഷി സസ്യമാണ് പൂവാങ്കുറുനില. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എല്ലാ കാലത്തും ഇതിൽ പുഷ്പങ്ങളുണ്ടാവും എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. പൂവാങ്കുറുനിലയുടെ ദേവതയായി കണക്കാക്കപ്പെടുന്നത് ഇന്ദ്രാണിയെയാണ്. കമ്പോസിറ്റേ കുടുംബാംഗത്തിൽ വരുന്ന ഇതിൻ്റെ ശാസ്ത്രീയ നാമം വെർണോണിയ സിനിമിയ എന്നതാണ്. ഏകദേശം ഒരു 15 മുതൽ 20 സെൻറ്റിമീറ്റർ വരെയാണ് ഇതിൻ്റെ നീളം. സംസ്കൃതത്തിൽ ഇതിനെ സഹദേവി, ഉത്തമ കന്യാപത്രം എന്നൊക്കെയാണ് നാമകരണം ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇത് കൂടുതലായി കണ്ടുവരുന്നത് റോഡ് പ്രദേശങ്ങളിലും കുന്നുകളിലും സാധാരണ തൊടികളിലുമൊക്കെയായിട്ടാണ് പൂവാങ്കുറുനില കൂടുതലായിട്ട് കണ്ടുവരുന്നത്. എല്ലാ സമയത്തും പൂവുകൾ ഉണ്ടാവും എന്നതാണ് ഈ ചെടിയുടെ ഒരു പ്രത്യേകത. സംസ്കൃതത്തിൽ ഇതിനെ സഹദേവി, ഉത്തമ കന്യാപത്രം എന്നൊക്കെയാണ് നാമകരണം ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇത് സർവ്വസാധാരണമായി റോഡരികിലും കുന്നിൻ പ്രദേശങ്ങളിലും നമ്മുടെ തൊടികളിലുമൊക്കെയായി കാണപ്പെടുന്നു. ഇതിൻ്റെ ഔഷധമൂല്യങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ആചാര്യൻ വിശദീകരിക്കുന്നതാണ്. പൂവാങ്കുറുനില ദശപുഷ്പത്തിൽപ്പെട്ട ഒരു ചെടിയാണ്. ഇതും അത് പറഞ്ഞ പോലെ ഈ ദൈവികമായ കഴിവുള്ളതെന്ന് പറയാം. അതായത് ഇതിൽ വരുന്ന ഈ എനർജി റേഡിയേഷൻ നമ്മുടെ ശരീരത്തിൽ നേരിട്ട് എഫക്റ്റ് ചെയ്ത് അത്ഭുതമായ ബലസിദ്ധി ഉണ്ടാക്കുന്നവരാണ്. അതായത് നേരത്തെ പോലെ സ്ട്രെസ്സുള്ള ആൾക്കാർക്ക് ഈ പൂവാങ്കുറുനില വളരെ എഫക്റ്റീവാണ്. പിന്നെ അതിലൊരു ഗുണമുള്ളത് ഈ പനി, അതായത് ഏത് വിധത്തിലുള്ള പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഈ വൈറൽ ഫീവറുകൾ, ഇപ്പം ചിക്കൻ ഗുനിയ അതുപോലെ മറ്റുള്ള വൈറൽ ഫീവറുകളിൽ ഈ പൂവാങ്കുറുനില വെറുതെ കഷായം വെച്ച് കഴിച്ചു കഴിഞ്ഞാൽ പനി പെട്ടെന്ന് നിൽക്കുകയും ചെയ്യും. ആ പനിയെ തുടർന്നുണ്ടാവുന്ന മറ്റുള്ള കോംപ്ലിക്കേഷൻസ് എല്ലാം ഒഴിവാക്കാനും പറ്റും. പിന്നെ ഈ സഹദേവി എന്നാണ് ഈ പുഷ്പം, സഹദേവ്യാദി ചൂർണം, ഈ അർബുദത്തിന്, ഈ ക്യാൻസറസ് കണ്ടീഷൻ ആദ്യത്തെ സ്റ്റേജിൽ ഇത് വളരെ ഫലപ്രദമാണെന്ന് തെളിഞ്ഞിട്ടുണ്ട്. അതുപോലെ ശരീരത്തിന് ഈ നീര് വന്നിട്ടൊരു ഒരു കനം പോലെ തോന്നുക, ജലദോഷം ഉണ്ടാവുക, അങ്ങനെയുള്ള കണ്ടീഷനിൽ ഈ പൂവാങ്കുറുനില നീരെടുത്ത് തേൻ ചേർത്ത് കഴിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ ശമനം ഉണ്ടാവുന്നതാണ്.